നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം ചിക്കൻ കറിയാണ്. അച്ചു ഇന്നെന്താ പരിപാടി? അമ്മാളും എന്ത് അവിടെ കൊണ്ടുപോകുന്നുണ്ട്. അവര് നല്ല ഉറക്കം. ഞങ്ങള് വെറുതെ തണ്ടയ്ക്ക് കഷ്ടപ്പാടിരിക്കാം. ഡെക്കറേറ്റ് ചെയ്യണ്ടേ? അമ്മാവളിന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളയപ്പവും ഉരുളൻകിഴങ്ങും ചിക്കനും കൂടെ വറുത്തരച്ച് വെച്ച കറി. പിന്നെ എത്ര നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും അച്ചു എന്താ കഴിക്കാൻ പോണേ? അച്ചുവിന് എന്നും അവന്റെ ഓട്സ് ബ്രെഡും സ്പ്രെഡ് ചെയ്ത് കഴിക്കുന്നതാണ് അവന് ഇഷ്ടം. കഴിച്ചോ ഉച്ചക്ക് ഞാൻ പക്ഷെ ചിക്കൻ ഇഷ്ടം കഴിക്കാൻ ചോറ്. എവിടെ പോണെന്ന് പറഞ്ഞ വലുതാവുമ്പോ? പാർട്ടിക്കും സ്ലീപ്പ് പാർട്ടിക്ക്. എന്നിട്ട് എപ്പോ വരും പറഞ്ഞ തിരിച്ച്? ഓക്കെ. അങ്ങനെ പുലർച്ചയ്ക്ക് കയറിയൊക്കെ വരുമ്പോ ആരെ വാല പറഞ്ഞു തരിക? ഈ റൂമിൽ നിന്ന് ഒന്ന് ബാത്റൂമിൽ പോണെങ്കിൽ അവന് രണ്ടാൾക്കാർ കൂട്ടിന് വേണം. എന്നിട്ട് എവിടെ പോവാന്ന്? സ്ലീപ്പ് ഓവറിന്. അപ്പോഴും ഉണ്ടാവും ഈ പേടി. അതെ, അതിനല്ലേ ഞാൻ നടന്നിട്ടല്ലേ ആദ്യം ഞാൻ പോകുമ്പോ നിങ്ങൾ എന്നെ ഡ്രോപ്പ് ചെയ്യും. രാവിലെ പോകുമ്പോഴല്ലേ. വലുതാകുമ്പോ സ്വന്തമായിട്ട് കാർ ഓടിച്ചു പോക്കൂടെ? അങ്ങനെ ഞങ്ങള് ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ 80 വയസ്സാകുമ്പോഴല്ലേ ഇവിടെ 60 വയസ്സ്. ഒരാളെ എണീറ്റിട്ടുണ്ട്. ഇന്നത്തെ താരാണ്. ഇപ്പൊ ഉണ്ട്. എന്ത് നേരം വൈകിയ? നേരത്തെ എനിക്കുണ്ടേ കുളിച്ചുണ്ട്. എന്നിട്ട് ഡ്രസ് മാറണ്ടേ? എന്നിട്ട് ഇന്നമ്മാളുണ്ടേ 28 നൂല് കെട്ടെന്ന് വർത്താനം പറയാ. അമ്മാളുവേ അമ്മാളുവേ
അയ്യോ അപ്പയുടെ ശുന്തിരി പെണ്ണാണ് കയ്യിന്റെ മുളക് വരുന്നില്ല അപ്പൊ ശുന്തിരിയാണ് നമ്മളെ കൈ വേനെടുക്കണ്ട ഒക്കെ ഇതൊക്കെ ഊരിയെടുക്കുന്നുണ്ട് മോള്. നൂലുകെട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് ഉണ്ടാക്കണം. ബിരിയാണിയാണ് വെക്കുന്നത്. അതിന് അമ്മാളും ഉറങ്ങണം. ഇച്ചിരി വാശിക്കാരിയായിരുന്നു അല്ലേ നേരത്തെ? എന്തൊക്കെയോ ചെയ്തല്ലേ, എന്തൊക്കെയോ ചെയ്ത് എല്ലാവരും കൂടിയിട്ട് ഇറിറ്റേറ്റ് ചെയ്തോ. ഇപ്പൊ ന്യൂസിലാൻഡ് കുട്ടി മാറി ഇന്ത്യൻ കുട്ടി ആയിട്ടോ. കൺമഷിക്ക് എഴുതിയപ്പോ ഇപ്പൊ ഇന്ത്യൻ കുട്ടി ആയിട്ടോ. അമ്മയുടെ പൊന്നെ, അമ്മയുടെ പിന്നെ ഒങ്ങണിയില്ലേ? ഒങ്ങണിയില്ലേ? അമ്മക്ക് ബിരിയാണി കഴിക്കണ്ടേ? ആ ചിക്കൻ കറി ഉണ്ട്.
ബിരിയാണി ലഞ്ചിനെ പ്രതീക്ഷിച്ചത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഡിന്നറാക്കി മാറ്റി. ഇടവേളകൾ ആനന്ദകരമാക്കുവാൻ കപ്പയും കോഴിക്കറിയും. ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തമായ ഉറക്കം.